ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നേമം നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന കുമരി ചന്തയിലാണ്. ഇപ്പോൾ ഇവിടെ ഉച്ച സമയം കഴിഞ്ഞ് വൈകുന്നേരത്തേക്ക് അടുക്കുന്നതേ ഉള്ളൂ. കാരണം ആളുകളൊക്കെ വന്ന് നിറയാൻ പോകുന്ന സമയമാണ്. ഇവിടെ മീൻ മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പലചരക്ക് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട്. ആളുകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഏതായാലും ഇവരൊക്കെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് നോക്കാം. ചേച്ചി, സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണോ? വിലയാണോ, വില കുറവാണോ? അല്ല ചേച്ചി പറ, സാധനങ്ങൾക്ക് വില കൂടുതലാണോ കുറവ്? മരച്ചിനി എന്താ വില കിലോ? കിലോ 40. അപ്പൊ കഴിഞ്ഞ തവണ 40 ഇല്ലായിരുന്നല്ലോ, കഴിഞ്ഞ ആഴ്ച. ചേച്ചി ഇവിടെ വില കൂട്ടി കൊടുക്കുന്നില്ല? ഇലക്ഷൻ നടക്കുകയാണല്ലോ. എങ്ങനെയാ നേമത്തെ ഒരു സ്ഥിതി എങ്ങനെയാ? എനിക്ക് നേമത്തല്ല, വെങ്ങാനൂരും ഉണ്ട്. ചേച്ചിക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടോ? അങ്ങനെ രാഷ്ട്രീയം ഒന്നുമില്ല. ഞങ്ങൾക്ക് തോന്നണ പാർട്ടിക്ക് അങ്ങ് ഇടും. സ്ഥിരമായിട്ടൊരു പാർട്ടി ഇല്ല. സർക്കാരിനെ പറ്റി എന്താ ഒരു അഭിപ്രായം? ഞങ്ങൾക്ക് ഒരു അഭിപ്രായവും ഇല്ല. എന്നുവെച്ചാൽ നല്ലതാണോ മോശമാണോ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവില്ലേ? നല്ലതാണോ മോശമാണോ എന്നൊരു അഭിപ്രായം ഉണ്ടാവില്ലേ? നല്ലവര് ഭരിക്കണവര് നല്ലത് തന്നെ. ഏറ്റവും വില കൂടിയത് എന്താ ഇപ്പൊ ഇവിടെ? ചേച്ചി ഇവിടെയാണോ? നേമം ഇല്ലേ ഇവിടെ? ശിവൻകുട്ടി ഉറപ്പിച്ചു. ആണല്ലേ? അപ്പോ ചേച്ചി പറയുന്നത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി വീണ്ടും അല്ലേ? സംശയമില്ല ചേച്ചിക്ക്. അപ്പോ ചേച്ചി പറയുന്നത് വി ശിവൻകുട്ടി ഇവിടെ വരുന്നതാണ്. അമ്മേ, ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വന്നല്ലേ? അമ്മയ്ക്ക് ഇവിടെ വോട്ടുണ്ടോ? നേമത്താണോ? നേമത്തല്ല. എവിടെയാ അമ്മയുടെ മണ്ഡലം? ഏതാ? അവിടെ ഏത് മണ്ഡലത്തിലാ പരുത്തിക്കുഴി വരുന്നത്? സ്ഥാനാർത്ഥി ആരാ അമ്മയുടെ? ഓർമ്മയുണ്ടോ? അമ്മ വോട്ട് ചെയ്യാൻ പോവില്ലേ? വോട്ട് എന്ത് ചെയ്യാനും ചെയ്യണം കേട്ടോ. ഇവ ശിവൻകുട്ടിയൊക്കെ ഇവിടെ മത്സരിക്കുന്ന അറിയാലോ അല്ലേ? രാജീവ് ചന്ദ്രശേഖർ, ശിവൻകുട്ടി, KS ശബരിനാഥൻ, അവരൊക്കെ മത്സരിക്കുന്നുണ്ട്. അറിയാലോ അമ്മയ്ക്ക്? അവരാരാ ജയിക്കാൻ സാധ്യത അമ്മയ്ക്ക് തോന്നുന്നത്? ചുമ്മാ ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ ജയിക്കണം. ഉണ്ടോ? ആരാ? ശിവൻകുട്ടി ജയിക്കണം. ശരി. അപ്പൊ ശരി അമ്മേ. അപ്പോ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് അവരുടെയൊക്കെ ചോദിക്കാം. ചേച്ചി, ഇത് നാടൻ മുട്ട അല്ലേ? നാടൻ മുട്ട. തറമുട്ടയല്ലോ, കോഴിമുട്ടയല്ലേ? തറമുട്ടയാണോ? നാടൻ കോഴിമുട്ട. എന്താ വില? 9 രൂപ. ഓക്കെ. ഇത് എവിടുന്നാ കൊണ്ടുവരുന്നത്? ശരി. അപ്പോ ചേച്ചി നേമത്തല്ലേ വോട്ട്? എന്താ ഇവിടുത്തെ സ്ഥിതി? ഇവിടുത്തെ ഒരു സ്ഥിതി എന്താ? അവിടുത്തെ സ്ഥിതി എന്ന് പറയാൻ നമ്മൾ നേരം വെളുക്കുമ്പോൾ കച്ചവടത്തിന് പറഞ്ഞല്ലേ. ഒരു രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ. രാഷ്ട്രീയത്തിന്റെ കാര്യമൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. എന്ന് പറയുമ്പോൾ നമ്മൾ അതുമായിട്ട് വലിയ ഇല്ല. പക്ഷെ എൻ്റെ ചേട്ടനുമായിട്ട് ഭയങ്കര ഇതാണ് രാഷ്ട്രീയം. അപ്പോ ചേട്ടത്തിക്ക് ആര് ഇവിടെ ജയിക്കുമെന്നാ തോന്നുന്നത്? അത് ഒന്നും പറയാൻ അറിഞ്ഞൂടാ. അപ്പോ വോട്ട് എന്തായാലും ചെയ്യുമല്ലോ അല്ലേ? അപ്പോ ഇപ്പൊ ഇവിടുത്തെ MLA അറിയാലോ, ശിവൻകുട്ടി അല്ലേ? നമുക്ക് നോക്കാം അല്ലേ? എന്തായാലും ഭയങ്കര മത്സരമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കുമരി ചന്തയിലാണ് നമ്മളുള്ളത്. ഇവിടെ ഇങ്ങനെ ആൾക്കാർ കച്ചവടം നടക്കുന്നു. ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ തിരക്കായി വരുന്നുള്ളൂ. ഭയങ്കര തിളയ്ക്കുന്ന വെയിലാണ് പുറത്ത്. അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ചേട്ടാ, നേമത്തല്ലേ വോട്ട്? ഞാൻ തിരുവനന്തപുരം മണ്ഡലമാണ്. തിരുവനന്തപുരം സെൻട്രൽ. എങ്ങനെയുണ്ട് അവിടെ സ്ഥിതി? ഇവിടെ LDF ഭരണത്തിൽ വരണം. തുടർ ഭരണമായാലും കുഴപ്പമില്ല. അവർ 10 വർഷം കൊണ്ട് നല്ല ഭരണമാണ് കാഴ്ചവെച്ചത്. അത് ഒരു കൊച്ചു കുട്ടിക്ക് പോലും സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. BJPയോ കോൺഗ്രസോ അതിനെതിരായിട്ട് എന്ത് പറഞ്ഞാലും ജനങ്ങൾ എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് 10 വർഷത്തിന് മുമ്പ് രാത്രി കുട്ടികളെ എടുത്തു വെച്ചുകൊണ്ട് രാത്രി ഇരിക്കും, കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. ഈ 10 വർഷം കൊണ്ട് ചാർജ് കൂടിയ എന്തോ അവർ ചെയ്യുന്നത് കൃത്യമായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. തുടർ ഭരണമല്ല, അവർ നല്ല രീതിയിൽ ഭരിക്കുന്നതെന്നാണ് നോക്കാനുള്ളത്. നോക്കേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു ഭരണാധികാരിയും ഉറച്ച LDF ആണ്. അല്ല, ഞാൻ മുൻ കോൺഗ്രസ്സുകാരനാണ്. ഇപ്പോൾ അല്ല. അപ്പോൾ ആളുകൾ അവരുടെ വ്യക്തമായവരുടെ രാഷ്ട്രീയമൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നിയമമണ്ഡലത്തിലാണ് നമ്മളുള്ളത്. നിയമമണ്ഡലത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രവചനാതീതമായി തന്നെയാണ്, പക്ഷേ തീപാറുന്ന പോരാട്ടവുമാണ്. നമുക്ക് വോക്കത്തോടിൽ വിവിധ മണ്ഡലങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. ജനങ്ങൾക്ക് എന്താണ്, വോട്ടർമാർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, അവരുടെ മനസ്സിലുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്, അവരെ സ്വാധീനിച്ചിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇനിയുള്ള മണിക്കൂറുകൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള വിശേഷം, നിയമമണ്ഡലത്തെക്കുറിച്ച് ഇവിടെ കുമരി ചന്തയിൽ നിന്ന് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.